മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നാളെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം കേരളത്തിൽ വിളിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഈ യോഗം നടക്കുക. പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച വിശദീകരണങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള യോഗമാണ്. പ്രശാന്ത് കൃഷ്ണയായിരുന്നു. പ്രശാന്ത്, വളരെ വേഗത്തിൽ ഒരുക്കങ്ങൾ, സാധാരണ നിലയിൽ ചെയ്യേണ്ട ഒരുക്കങ്ങൾ, ചെയ്യുന്ന ക്രമീകരണങ്ങൾ അവയിലേക്ക് കടക്കുന്നു. എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഈ കേരളത്തിലെ ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ? വളരെ ഊർജിതമായി തന്നെ സംസ്ഥാനത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. നേരത്തെ തന്നെ സംസ്ഥാനം ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും അത് നടപ്പാക്കുന്നതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, ഒരുക്കങ്ങളെല്ലാം നടപ്പാക്കിയിട്ടുണ്ടെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ യു രത്തൻ കേൽക്കർ അറിയിച്ചത്. അത് പ്രകാരം നാളെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. 3 മണിക്കാണ് നാളെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചിരിക്കുന്നത്. സംസ്ഥാന പാർട്ടികളുടെയും ദേശീയ പാർട്ടികളുടെയും യോഗമാണ് വിളിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഏത് രീതിയിലാണ് നടപ്പാക്കേണ്ടത് എന്ന് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകുന്നതിനാണ് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഈ യോഗം വിളിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഈ സംസ്ഥാനത്ത് തുടർന്നുള്ള സജ്ജീകരണങ്ങൾ, അത് സുരക്ഷയുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന പോലീസ് മേധാവിയുമായി ഈ അടുത്തിടെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സംസാരിച്ചിരുന്നു, ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. സംസ്ഥാന പോലീസ് സുരക്ഷയ്ക്ക് എത്ര പോലീസ് ഉദ്യോഗസ്ഥരുടെ ആവശ്യമുണ്ട്, ഇതുപോലെ തന്നെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്ര പോലീസ് ഉദ്യോഗസ്ഥരുടെ ആവശ്യമുണ്ട്, ഇതിനു പുറമെ കേന്ദ്രസേനയുടെ ആവശ്യം എങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. ഇതിനൊപ്പം ആകെ ഏറ്റവും ഒടുവിൽ SIRന്റെ കണക്കുകൾ പ്രകാരം 13-ാം തീയതി വരെ കൂട്ടിച്ചേർക്കപ്പെട്ട വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ 2,71,00,000 വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ഏകദേശം 30-ലധികം യോഗങ്ങൾ SIRുമായി ബന്ധപ്പെട്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നടത്തിയിട്ടുമുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് നൽകേണ്ട ഈ തെരഞ്ഞെടുപ്പ് നിർദ്ദേശങ്ങളടക്കം ഇന്നത്തെ ജനങ്ങൾക്ക് നൽകേണ്ട, സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ കക്ഷികൾക്കും നൽകേണ്ട പൊതു നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയാണ് നാളത്തെ യോഗത്തിൽ ഉണ്ടാകുക എന്നാണ് പ്രശാന്ത് തിരുവനന്തപുരം നൽകുന്നത്.